ബ്രെഡും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് 4 കോഴിമുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പിലും കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. 3-4 ഏലക്ക പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലുള്ള മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഈ ബ്രെഡ് ഓരോന്നായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവൻ ബ്രെഡും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ 6-7 മതിയാവും. ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ 8 എടുത്തത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ഒരു രീതിയിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ബാറ്ററി കിട്ടുക. അധികം കട്ടിയൊന്നും ഇല്ലാതെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പഴയ പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രം വെച്ചിട്ടുള്ളത്. പാത്രം ചൂടായി കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത്. ഏകദേശം ഒരു 30 മിനിറ്റ് ആവോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. 25-30 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. അപ്പോൾ 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമ്മുടെ സ്നാക്ക് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നടുഭാഗം ഒരു വെള്ളം പോലെയൊക്കെ ഇങ്ങനെ തോന്നും. പക്ഷേ അത് വേവാത്ത പ്രശ്നമൊന്നുമല്ല. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. മുകൾ ഭാഗം അങ്ങനെ നിൽക്കുന്നതാണ്. ചൂടാറി കഴിഞ്ഞാൽ നല്ല പോലെ സെറ്റായി കിട്ടും. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുക. കുത്തി നോക്കിയിട്ടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയും ബ്രെഡും കൊണ്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കഴിക്കുമ്പോൾ ശരിക്കും ഒരു പുഡിംഗ് പോലെയൊക്കെ തോന്നും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്